ഡോക്ടർ സാർ പറഞ്ഞു വിട്ടതാ. അകത്തേക്ക് വരും. കുടിച്ചോ. എവിടുന്നല്ലേ? ഫ്ലാസ്കിലുണ്ട്. അടുക്കള എവിടാ? സാറിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ നിൽക്കാൻ പറഞ്ഞപ്പോൾ വെളുപ്പിന് ഞാനിങ്ങ് പോന്നു. അവിടെ അടുക്കള. ഇപ്പൊ ചായ കൊണ്ട് തരാം. എന്താ പേര്? നളിനി. നളിനി ചായ കുടിച്ചോ? ഓ, എപ്പോഴും കുടിച്ചിട്ടാ വന്നത്. ഇനി വേണോ? വേണ്ട. സാറ് 2 കപ്പ് ചായ കുടിക്കുമെന്നാ കൊച്ചമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളത്. കൂട്ടാൻ എന്തെല്ലാം വെക്കണം? എന്തൊക്കെ വെക്കാൻ അറിയാം. എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. എങ്കിൽ ആദ്യ ദിവസം നളിനിക്ക് ഇഷ്ടമുള്ളതാകട്ടെ. ആ, വറുത്തിടുമ്പോൾ കടുവ് കൂടുതൽ വേണോ കുറച്ച് മതിയോ? അധികം വേണ്ട. അരി നല്ലതുപോലെ വേണോ അതോ തോണ്ടി തിന്നാ ഭാഗത്തിന് കുറുക്കിയെടുത്താ മതി. അതെന്നെ കളിയാക്കിയതാ. സാധാരണ പോലൊക്കെ മതി. പ്രലോഭിപ്പിക്കാൻ കഴിവുള്ള ഒരു സ്ത്രീ, അതായിരുന്നു അയാൾക്കുള്ള മരുന്ന്. പരിചയമുള്ള പെണ്ണിന്റെ പുറകുവശം പോലെ തോന്നുന്നു. പെൺകുട്ടി ഒന്ന് നിൽക്കൂ. ഇതാര് കല്യാണിയോ? പുറവശത്തിന്റെ കട്ട് കണ്ടപ്പോഴേ മനസ്സിലാക്കി. നീ ഇപ്പൊ എവിടെയാ? എന്താ കാര്യം? അങ്ങനെ തഴയാതെ. ഒന്നുമില്ലേ, നമ്മള് പഴയ പ്രേമക്കാരില്ലയോ? അങ്ങനെ ഒളിച്ചും പാത്തും അങ്ങനെ പ്രേമിക്കണ്ട. താൻ പറഞ്ഞിട്ടല്ലേ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്. താൻ ഇതുവരെ എവിടെ ആയിരുന്നു? അല്ല, ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല, പ്രേമിക്കാം. ചെലവ് തരാൻ പറ്റത്തില്ല. എന്റെ പുറകെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വായി നോക്കി നടക്കാം. ഒരു കാര്യം ചെയ്യാം, ഏവനെങ്കിലും ഒരുത്തനെ കൊണ്ട് നിന്നെ കെട്ടിക്കുന്ന നേരവും ഞാൻ ഏറ്റു. എന്ത് പറയുന്നു? എന്തൊരു ബുദ്ധി! എന്ത് ചെയ്യാം, ഞാനൊരു ബുദ്ധിമാനായിട്ട് ജനിച്ചു പോയി. നീ പോയോ? കല്യാണി, നീ ഇപ്പൊ എവിടാ താമസം? അതോ ആ വീട്ടിൽ. അവിടെ ആരൊക്കെ ഉണ്ട്? അന്നത്തേതുപോലെ വളയിൽ വളയിൽ പേപ്പാർ നഗരം എന്നൊക്കെ വിളിച്ചു വേണോ ഞാൻ അങ്ങോട്ട് വരാൻ? ഒന്നും വേണ്ട, ഒരു തള്ള മാത്രമേ ഉള്ളൂ. അല്ലെങ്കിലും നീ അങ്ങനെയുള്ള തലത്തിലേ താമസിക്കും. അമേരിക്കയിൽ പൈലറ്റായിരുന്നു, മടുത്തു. പിന്നെ അമേരിക്കയിൽ നിന്ന് അമ്മായിക്ക് വേണ്ടി മാത്രം വാങ്ങിക്കൊണ്ടുവന്നതാണ്. $150. കലക്കിയിരിക്കുന്നു. നിനക്കെങ്കിലും അത് തോന്നിയല്ലോടാ മോനെ. തീർന്നിട്ടില്ല.
സിംഗപ്പൂരിൽ നിന്ന് വാങ്ങിയതാണ്. $49. പിടിച്ചോളൂ. മിനി എവിടെ? അവളുടെ കല്യാണം കഴിഞ്ഞു മോനെ. അതെയോ? അമ്മായി എനിക്ക് അവളെ കല്യാണം കഴിച്ച് തന്നില്ല. പോയത് നന്നായി, ഇല്ലെങ്കിൽ ഞങ്ങൾ തല്ലുപിടുത്തമായിരിക്കും. ഇതെല്ലാം അവൾക്ക് വാങ്ങിക്കൊണ്ടുവന്നതാണ്. അവള് വന്നിട്ടുണ്ട് മോനെ. മോളെ മിനി, മിനി, നിന്റെ യാതൊരു വിവരവും ഇല്ലായിരുന്നു. അപ്പോൾ ഒരു ആലോചന വന്നു, അതങ്ങ് നടത്തി. മതി, വിടൂന്നേ. ആ, ഇത് കൊല്ലാന്നേ. ശബ്ദം ഉണ്ടാകാതെ വിടും. ആ, വിടൂന്നേ. ആര് വന്നും തോന്നും. ഞാൻ നോക്കട്ടെ. അമ്മ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കും. സാറിന് കാപ്പ് കുടിക്കാറായോ? പറയണേ. കുറച്ച് കഴിയട്ടെ. കൊച്ചമ്മ പറഞ്ഞിട്ടുണ്ട് 9 മണിക്കാണ് സാറ് കാപ്പ് കുടിക്കുന്നതെന്ന്. മണി എത്രയായി? ഇനി രാത്രി 9 മണി. അതെയോ? ഇപ്പൊ കാപ്പി തരാം. വീടുകളിൽ വേണം ജോലിക്ക് നിൽക്കാൻ. കുറച്ചാളുകൾ, അതും സാറിനെയും കൊച്ചമ്മയും പോലുള്ളവരായാൽ. ഞാൻ ഇതിനു മുമ്പ് 1-2 സ്ഥലത്ത് ജോലിക്ക് നിന്നു. അയ്യോ, മനുഷ്യനെ കൊന്നൊടുക്കും. അച്ചാറുണ്ട്, തരട്ടെ? വേണ്ട. നന്നായിട്ടുണ്ട്. കഴിച്ചു നോക്കൂ സാർ. കൊള്ളാം. ഡോക്ടർ സാറിന് അച്ചാറെന്ന് പറഞ്ഞ ജീവനാ. ഞാൻ തന്നെ ഉണ്ടാക്കാൻ വേണം. ആ അല്ല സാറേ, കൊച്ചമ്മയ്ക്ക് എന്താ അസുഖം? വയറ്റിൽ വേദന. അയ്യോ കഷ്ടം. വയറ്റിലുണ്ടോ? ഇല്ല. അതെന്താ? ആർക്കറിയാം? ആർക്കറിയാമെന്നോ? ഇപ്പോഴേ വേണ്ടെന്ന് വെച്ചിട്ടായിരിക്കും. ഞാൻ ആദ്യം നിന്ന വീട്ടിലെ സാറും ഭാര്യയും കൂടി എന്നും വഴക്കാ. സാറ് പറയും 2-3 കൊല്ലം കഴിഞ്ഞിട്ട് മതിയെന്ന്. കൊച്ചമ്മയ്ക്കാണെങ്കിൽ കുടം വേണം.
എല്ലാം ഞാൻ അറിഞ്ഞു മിനി. ഇതാ വാങ്ങിച്ചോളൂ. ഇത് കണ്ടോ അമ്മായി, ഞാൻ എത്ര ആശിച്ചു കൊണ്ടുവന്നതാണ്. എന്താടി പെണ്ണെ നിനക്കത് വാങ്ങിച്ചാൽ? എനിക്ക് വേണ്ട. അല്ല, മിനി ഒറ്റയ്ക്ക് വന്നുള്ളൂ. ആരാണ് കല്യാണം കഴിച്ചത്? പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുന്നത് ആരാ? ആണുങ്ങൾ. അമ്മായി, ഇത് കണ്ടോ എന്നെ ദേഷ്യം പിടിക്കുന്ന വർത്തമാനം? എനിക്കിത് പണ്ടേ ഉള്ളതാ. നിങ്ങൾ വഴക്ക് കൂടണ്ട. മോൻ അതെടുത്ത് അകത്തേക്ക് വെക്ക്, പിന്നെ അതവൾ എടുത്തോളൂ. പെട്ടെന്നാകരുത്, ക്രമേണ മതി. ഏതായാലും നല്ല താല്പര്യം കാണിക്കുന്നുണ്ടല്ലോ. സംശയത്തിന് കൊടുക്കാത്ത രീതിയിൽ പെരുമാറണം. ഒരു ദിവസം രാത്രി അവിടെ കിടക്കണം. അതെന്നാണെന്ന് ഞാൻ പിന്നെ പറയാം. ശരി, അപ്പോൾ ഞാൻ ദാഹം. ഈശ്വരാ, ദൈവമേ, എന്തൊരു ചൂട്. കല്യാണി, നീ ഞാൻ നിന്നോട് ഞാൻ എന്തൊക്കെയോ തെറ്റുകൾ പറഞ്ഞു. നീ എന്നോട് ക്ഷമിക്കണം. നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. അയ്യോ, എന്റെ വയറ്റത്തടിക്കരുത്. എനിക്ക് വയറിളക്കമാണ്. എന്നോട് താഴോട്ടിടരുത്. എന്റെ നട്ടെല്ലൊടിഞ്ഞു. എല്ലുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രയോജനമുണ്ട്. മേലാലി നിന്നോട് കണ്ടത് നിന്റെ എല്ലാം ഞാൻ പിടിക്കും. ഇല്ല, വാക്കാണ്. മേലാലി പ്രദേശത്തെ മരിയില്ല. എന്നെ വിടണം. സത്യം, സത്യം. പരബ്രഹ്മ സ്വരൂപ ദേവരാഷ്ട്ര സ്വരൂപമാണ് സത്യം. പ്രലോഭിപ്പിക്കാൻ കഴിവുള്ള ഒരു സ്ത്രീ, അതായിരുന്നു അയാൾക്കുള്ള മരുന്ന്. എന്താ സാർ? തീപ്പെട്ടി തീർന്നു. അടുക്കളയുണ്ട്, ഞാൻ എടുത്തു തരാം. എന്തിനു പറയുന്നു? മേധാശക്തിയുള്ള, ആകർഷണയുള്ള, ആരോഗ്യമുള്ള ഒരു സ്ത്രീ അയാളുടെ കുറവ് മാറ്റിയെടുത്തു. തീപ്പെട്ടി സാർ, മുമ്പൊരു വീട്ടിൽ നിന്നപ്പോ അവിടുത്തെ സാറിന് എപ്പോഴും വെള്ളം കുടിക്കണം. അതും ഞാൻ തന്നെ കൊണ്ട് കൊടുക്കണം. എന്തിനാണെന്നോ? കണ്ണു തെറ്റിയാൽ കയറി പിടിക്കാൻ. കാണാൻ കൊള്ളാമെങ്കിൽ പോട്ടെന്ന് കരുതാം. അതൊരു കരിമൂർഖൻ. എനിക്കറിഞ്ഞൂടെ സൂത്രം. മോളെ, എന്താ ഇങ്ങനെ കിടക്കുന്നത്? മധു എന്നോരെന്ന് പറഞ്ഞാ പോയത്. ടൂറ് കഴിഞ്ഞ് വന്നാൽ ഉടനെ ഇവിടെ എത്തും. ഇങ്ങനെ ഒരാളെ കിട്ടിയത് നിന്റെ ഭാഗ്യം. അമ്മായി, എന്തായി മോനെ? 15 ദിവസത്തിനകം വാടക എന്ന് സ്ഥലം ഒഴിയാൻ വക്കീലിനെ കൊണ്ട് നോട്ടീസ് അയപ്പിച്ചു. എന്റെ മോനെ, എത്ര നാളായി അയാൾ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്? ഉണങ്ങിക്കഴിഞ്ഞാൽ എല്ലാം എടുത്ത് അകത്ത് വെച്ചിട്ട് ഊണ് കഴിച്ചിട്ട് വെക്കോ. സാറ് വരാൻ വൈകുമോ? വൈകും. സാറ് സിനിമയ്ക്ക് പോവാണോ? ഇല്ല. സിനിമയ്ക്ക് പോകാറില്ലേ? വല്ലപ്പോഴും. സിനിമയെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാ. പ്രേമനസിന്റെ പടമാണെങ്കിൽ 4-5 പ്രാവശ്യം കണ്ടില്ലെങ്കിൽ എനിക്ക് വലിയ വിഷമമാ. അത് കല്യാണം കഴിഞ്ഞാൽ മാറും. ആര് കഴിക്കാൻ? ചിലപ്പോ വല്ല കൂലിവേലക്കാരോ ചുമട്ടുകാരോ ആയിരിക്കും. കള്ളം കുടിച്ചു വന്ന് ദിവസം ഇടിയും തൊഴിയും തന്നെ. ആ വിഷമം തീർക്കാൻ സിനിമ തന്നെ ശരണം. അപ്പോ
കല്യാണം കഴിഞ്ഞാലും പ്രേംനസീർ ആയിരിക്കും മനസ്സിൽ. സാറെന്താ സിനിമയിൽ ചേരാത്തത്? നല്ല ഭംഗിയുണ്ട്. ആ താക്കോൽ ഡൈനിങ് ടേബിൾ വെച്ചേക്കാം. എന്റെ കയ്യിൽ വേറെ താക്കോലുണ്ട്. പിന്നെ അതിരാവിലെ വരണമെന്നില്ല, 8 മണി കഴിഞ്ഞ് വന്നാൽ മതി. കുളിമുറിയിൽ കടന്നു വന്നു. ഇല്ല. നല്ല ആവേശം കാണിക്കുന്നുണ്ടല്ലോ. ഉണ്ട്. ഇന്ന് രാത്രി അവിടെ കഴിയണം. മാക്സിമം ട്രൈ ചെയ്യണം. വീട്ടിൽ പൊയ്ക്കോളനെ പറഞ്ഞിരിക്കുന്നത്. സാരമില്ല, എന്തെങ്കിലും കള്ളം പറയണം. വീട്ടിലെത്തുമ്പോ രാത്രി ആകുമെന്നോ അങ്ങനെ വല്ലതും. ശരി.